ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനോജന. ഇന്ന് ഞാൻ ആലു പാലക്കിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ രുചികരമായിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണിത്. ആലു പാലക്കിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയത് ഏറ്റവും നല്ല കോമ്പിനേഷൻ പൊറോട്ടയാണ്. നമ്മുടെ കേരള പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ ഒരു പ്രത്യേക രുചിയാണ് ഇതിന്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. പൊറോട്ടയുടെ കൂടെ ഒന്ന് ടേസ്റ്റ് നോക്കുക. അതീവ രുചികരമായിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽബട്ടൺ കൂടി അമർത്തി പോകാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് മടങ്ങി വരുന്നാലോ. കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 2 കെട്ട് പാലക്കാണ് ഇവിടെ വാങ്ങി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ തണ്ടെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് നല്ല രീതിയിൽ വൃത്തിയായി കഴുകിയിട്ട് ഇതുപോലെ നുറുക്കി ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക. 2-3 പ്രാവശ്യം കഴുകണം, ഇല്ലെങ്കിൽ അതിലെ മണ്ണ് പോവില്ല കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങ് ഒരു 4 ഉരുളക്കിഴങ്ങ് ഞാൻ മീഡിയം സൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസ് തക്കാളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് കഷ്ണങ്ങളാക്കി നുറുക്കിയത്, 2 മീഡിയം സൈസ് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചത്. ഇത്രയും സാധനങ്ങൾ നമ്മൾ റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം പൊട്ടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒരു 20 സെക്കൻഡ് നേരം വഴറ്റിയെടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സവോള നമുക്ക് നല്ല രീതിയിൽ മുരിയിച്ചെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നതിൽ വഴറ്റിയെടുക്കുക. ഏകദേശം നല്ല രീതിയിൽ ഇവിടെ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് നേരം വഴറ്റിയാലാണ് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടുക. ചെറിയ തീയിൽ വേണം വഴറ്റാൻ. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് നല്ല രീതിയിൽ വഴറ്റിയിട്ട് ഇതിനൊന്ന് ഉടച്ചെടുക്കാം. ഏകദേശം തക്കാളി ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർക്കാം. ആദ്യമായിട്ട് ഞാനൊരു 3/4 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതേ അളവിൽ തന്നെ കാശ്മീരി മുളക് പൊടി. ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഇത് നല്ല രീതിയിലൊന്ന് പച്ചമണം പോകാൻ വേണ്ടി കുറച്ച് നേരം വഴറ്റിയെടുക്കാം. മസാലകൾ കരിയാതിരിക്കാൻ നമുക്ക് സ്വല്പം ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും കുറച്ച് നേരം കൂടി വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. അപ്പോൾ ഒന്നുകൂടെ ഞാനിത് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ വെള്ളം അങ്ങോട്ട് ഡ്രൈ ആയാൽ നമ്മുടെ മസാല ഏകദേശം റെഡിയാവും. ഈ സമയത്ത് എൻ്റെ ക്യാമറ ഒരു 15-20 സെക്കൻഡ് നേരം അതിൻ്റെ ഫോക്കസ് പോയിട്ടുണ്ടായിരുന്നു. അത് അധികം നേരമില്ല, അപ്പോൾ അത് നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തു. കാരണം ഇവിടെയാണ് ഫോക്കസ് പോയത്. കുറച്ച് നേരമേ ഉള്ളൂ. ഇനി ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ ഈ മസാലയോട് കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. ഒരുപാട് നേരം വഴറ്റൊന്നും വേണ്ട. ഈ മസാല മൊത്തത്തിൽ ഉരുളക്കിഴങ്ങിനോട് കൂടി ഒന്ന് ജോയിൻ്റ് ആയാൽ മതി. അതിന് ശേഷം നമുക്കിത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് വേവാൻ ആവശ്യത്തിനുള്ള ചുടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ടൊരു 10-15 മിനിറ്റ് നേരം വേവിക്കേണ്ടി വരും. ഈ വെള്ളം അത്യാവശ്യം ഡ്രൈ ആയിട്ട് വരണം. ഉരുളക്കിഴങ്ങ് അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് കിട്ടിയാലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരിക. അപ്പോൾ നമുക്ക് അടച്ചു വയ്ക്കാം.
ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കി ഇളക്കുന്നത് നന്നായിരിക്കും. ഞാനൊരു 6-7 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നു നോക്കിയപ്പോൾ ഏകദേശം ഈ പരുവത്തിലാണ് ഇരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് ശരിയായിട്ട് വെന്തിട്ടില്ല. അപ്പോൾ ഞാൻ വീണ്ടും അടച്ചു വെക്കാൻ പോവുകയാണ്. വീണ്ടും ഒരു 6-7 മിനിറ്റിന് ശേഷമാണ് ഞാൻ തുറക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം നല്ല രീതിയിലൂടെ വെന്ത് കിടക്കുന്നുണ്ട്. മസാലയും ഏകദേശം നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം സ്വല്പം വെള്ളം മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് പാലൊക്കെ ഇട്ട് കൊടുത്ത് വേവിക്കാനുള്ളതാണ്. അപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങ് വെന്തതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പാലക്ക് ഇട്ട് കൊടുക്കാം. പാലക്ക് നമുക്കിത് കാണുമ്പോൾ ഒരുപാട് കൂടുതലായിട്ട് തോന്നും. പക്ഷേ ഇത് വെന്ത് കഴിഞ്ഞാൽ വളരെ ചുരുങ്ങി വരും. അപ്പോൾ ഈ പാലക്ക് ഇത്രയും അധികം കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. പാലക്ക് ഇട്ട് കൊടുത്തിട്ട് അതേപോലെ അടച്ചു വെക്കുക. ഇളക്കൊന്നും വേണ്ട. അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആവിയെല്ലാം മേലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഈ സമയത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ പാലക്ക് വളരെ ശോഷിച്ചു പോയില്ലേ. ഇത്രയേ ഉണ്ടാവുള്ളൂ. ഒരുപാട് പാലക്ക് കാണുമ്പോൾ തോന്നും നമുക്ക്. പക്ഷേ പാലക്ക് വെന്ത് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറക്കാം. 5 മിനിറ്റിന് ശേഷം തുറന്നപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിലാണ്. അപ്പോൾ ഈ വെള്ളം ഒന്നുകൂടെ നമുക്ക് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇളക്കി ഇതിലത്തെ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കാം. തീ അല്പം കൂട്ടിയിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് പെട്ടെന്ന് ഇത് ഡ്രൈ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇനി ഇത് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഡിഷായ ആലു പാലക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊറോട്ടയുടെ കൂടെ ചൂടോടുകൂടി തന്നെ വിളമ്പി കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഇത് ലാസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തി പോകാൻ ശ്രമിക്കുക. അടുത്ത ഒരു വീഡിയോ ആയി വരുന്നവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനാർദ്ദനൻ. ബായ്.